നോവു പുരളാത്ത 6 അടി മണ്ണ് വേണം എനിക്ക് സ്വസ്ഥമായൊന്നുറങ്ങാൻ. കൊടുത്ത വാക്കും പ്രതീക്ഷയും ബാക്കിയാകുമ്പോൾ, ഇത്രത്തോളം ചേർന്ന് നിന്ന് ചോദിക്കാൻ മറ്റൊരാളില്ലാതിരിക്കുമ്പോൾ നിന്റെ ഉറക്കം കവരാതെ നിവർത്തിയില്ല. പോസ്റ്റ് ആകുമെന്നുറപ്പുള്ള ഒരു എറണാകുളം യാത്രയിൽ വായിക്കാനായി ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. അവസാനം അതിന് തീരുമാനമായി. ആദർശ് വിജിയുടെ എഴുത്തുകളിൽ ഞാൻ വായിക്കുന്ന ആദ്യ നോവലാണ് 3 ഗർത്തങ്ങൾ. നിസ്സഹായത നിറഞ്ഞ ഒരു പറ്റം മനുഷ്യരും അവരിലൂടെ സൃഷ്ടിക്കപ്പെട്ട അഗാധമായ 3 ഗർത്തങ്ങൾ. ഒരു ട്രെയിൻ യാത്ര പോലെ വായനയുടെ ഓരോ നിമിഷവും കഥയുടെ ഗതിക്കനുസരിച്ച് മുന്നോട്ടു പോകുന്നു. കരയാൻ തോന്നുമ്പോൾ ചരിച്ചു തരുന്ന ഒരു തോൾ, ഒന്നും ചോദിക്കാതെ പറയാതെ ഇറുക്കി പിടിക്കുന്ന 2 കൈകൾ. മനുഷ്യരെ ഏറ്റവും ആദ്യം സമ്പാദിക്കേണ്ടത് അതൊക്കെ തന്നെയാണ്. അരവിന്ദനും കുട്ടിയപ്പനും ഇല്ലിമലയും ഒക്കെയായി മനസ്സ് നിറഞ്ഞൊരു യാത്രയിൽ കടന്നു വന്ന ഒരു പിടി മനുഷ്യജീവിതങ്ങൾ. പുരനും വികാസും നാരായണിയും നിശയുമൊക്കെ പല നിറങ്ങളിലൂടെ കടന്നു വരുമ്പോൾ പ്രത്യാശയുടെ പൊൻകിരണവുമായി വന്ന് മരണത്തിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധവുമായി കണ്ണിലും മനസ്സിലും നോവിൻ്റെ ചുവപ്പ് നിറം പടർത്തി ഇങ്ങോട്ടെന്നില്ലാതെ മറഞ്ഞുപോയ ലക്കൻ റാണയും അയാളിലൂടെ അറിഞ്ഞ ധീരയായ മകൾ സോണി ദേവി. 3 കീറിയെറിയപ്പെട്ട കടലാസ് കഷ്ണങ്ങൾ പോലെ വായിച്ചു മാത്രം അനുഭവിച്ചറിയേണ്ട 3 ഗർത്തങ്ങൾ.